ഇനി നല്ലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ലതെന്നൊന്നും പറയാൻ കഴിയില്ല, ഒപ്പിക്കാം. അങ്ങനെ ഒരു ചിക്കൻ കറിയേ. പിന്നെ ആദ്യം ഞാൻ 3 ഉള്ളിയും 2 തക്കാളി എടുത്തിട്ടുണ്ടേ. അതൊരു പാത്രത്തിലേക്ക് കടുകെണ്ണയാണ് ഒഴിച്ചിന്. കടുകെണ്ണ ഒഴിച്ചിട്ട് കടുകെണ്ണേൻ്റെ സ്മെല്ലെല്ലാം മാറിയിട്ട് അതിലേക്ക് ആ ഉള്ളിയും തക്കാളിയും ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് കല്ലുപ്പിട്ടിനെ, എന്നാലും വേഗം ഉള്ളിയും തക്കാളിയെല്ലാം ഇങ്ങനെ വഴണ്ട് വരും. കറിവേപ്പില നല്ലോണം ഇടണം. കറിയിലായാലും എന്തിലായാലും ഞാൻ നല്ലോണം ഇടുവേ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് കുറച്ച് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെയാണോ ആക്കലെന്നൊന്നും അറിയില്ല, ഞാനിങ്ങനെയാണ് ആക്കൽ. ചിലപ്പം ടേസ്റ്റാവും, ചിലപ്പം ടേസ്റ്റാവില്ല. പിന്നെ എന്നിട്ടത് ഞാൻ പൊത്തി വെക്കുന്നുണ്ടേ. അന്നേരം അതിങ്ങനെ വഴണ്ട് വന്നോളും, അതിൻ്റെ ആവി തന്നെ കയറിയിട്ട്. പിന്നെ വെള്ളുള്ളിയാണ് ഇട്ടിന്. കുറച്ച് വെള്ളുള്ളി ചതച്ചിടുമെങ്കിലും ഇല്ലേ, ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട്, കറിയിൽ കൂട്ടുമ്പോൾ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചതക്കാതെ തന്നെ ഇടുവേ ആദ്യം ഉള്ളിയും തക്കാളിയും വഴറ്റുമ്പോൾ. അങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പൊത്തി വെക്കും. ആദ്യം പൊത്തി വെച്ചിട്ടുണ്ട്. ആ സമയം അത് വഴണ്ട് വരുന്ന സമയം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചപ്പറങ്ങിയും കൂടെ ചതച്ചെടുക്കാം. കല്ലിലിട്ടിട്ട് ചതക്കലേ, ഇത് പിന്നെ വേഗം ആവുമല്ലോ എന്ന് വെച്ചിട്ട് ജാറിലിട്ടതാണ്. ഇത് മുറ്റത്തുണ്ടായ പച്ചപ്പറങ്കിയാണ് കേട്ടോ. വലിയ എരിവൊന്നുമില്ല, എന്നാലും 2 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ പൊത്തി വെച്ചത് തുറന്നിട്ടുണ്ടേ. അതിലേക്ക് ഈ ഇളക്കി നോക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ലോണം ഇങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ വെള്ളുള്ളിയും ഇഞ്ചിയും പച്ചപ്പറങ്കിയും എല്ലാം കൂടെ ജാറിൽ ഇട്ട് ചതച്ചിട്ടില്ലേ, അത് ഇട്ടിട്ടുണ്ടേ. എന്നിട്ട് നല്ലോണം ഇളക്കുക. ഇളക്കി കൊടുത്തിട്ട് അത് നല്ലോണം അതിൻ്റെ ആ ഒരു പച്ച മണമില്ലേ അതിങ്ങ് മാറി വരുവേ. എന്നിട്ട് ഞാൻ ആദ്യം പൊത്തി വെക്കും. കണ്ടോ, ഞാൻ പൊത്തി വെച്ചില്ലേ. ആ സമയം അത് അതിൻ്റെ മണമെല്ലാം മാറി വരുമ്പോഴത്തേക്കുണ്ടല്ലോ, നമുക്ക് മല്ലിപ്പൊടിയും പിന്നെ പറങ്കിപ്പൊടിയും കൂടെ മൂപ്പിച്ചെടുക്കാം. പിന്നെ ഈ പറങ്കിപ്പൊടി ഇങ്ങനെ ഇടുന്നതില്ലേ, കാശ്മീരി പറങ്കിയാണേ, അതാണ് അത്രയും ഇട്ടത്. പിന്നെ നല്ലോണം ഇളക്കുന്നുണ്ട്. ഓരോരാളിത് നല്ല കറുക്കനെ വരുന്നവരെ ഇളക്കി കൊടുത്തിട്ട് ചൂടാക്കി എടുക്കുവേ. ഞാനങ്ങനെയൊന്നുമില്ല, എനിക്ക് അത്രയുമില്ല ക്ഷമയില്ല. ഞാനങ്ങനെ കറക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോയിട്ടുണ്ടാവും. അതിനേക്കാളും നല്ലത് അതിൻ്റെ ഒരു പച്ചമണവും ആ ഒരു പച്ച ചൊവ്വയും മാറുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു കളർ ഷെയ്ഡൊന്ന് മാറുമ്പോഴത്തേനും ഞാൻ മതിയാക്കുവേ. നല്ലോണം ഇളക്കി കൊടുക്കുക. അതിതാ ആ വഴണ്ട് വന്ന ഉള്ളിയിലേക്ക് തട്ടിയിട്ടുണ്ട്. സ്പൂൺ കൊണ്ടൊന്നും തട്ടാൻ നിൽക്കൂലേ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ശരിയാ ചെയ്യുക. അത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകിൻ്റെ പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ അങ്ങ് ഇളകി വരട്ടെ, മിക്സായി വരട്ടെ. അതുവരെ ഇളക്കുക. അത് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ചിക്കൻ ഇട്ടിട്ടുണ്ടേ. കറി പീസാക്കിയിട്ടാണ് മുറിച്ചിന്. എന്നിട്ടൊന്നും കൂടി ഇളക്കുക. ആ ചിക്കനും ആ ഉള്ളിയും അതും കൂടെ മിക്സാക്കി എടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് ഞാൻ എന്താക്കുന്നറിയാം, ചിക്കൻ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടില്ലേ, ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കും. ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പോവില്ലേ. എന്താ ഇളക്കിയിട്ട് മതിയാക്കാത്തെ? കണ്ട ഒഴിച്ചു. എന്നിട്ട് അത് ഞാൻ പൊത്തി വെക്കുവേ. ഇളക്കി കൊടുത്തിട്ട് പൊത്തി വെക്കുക. ഇനി ചിക്കൻ്റെ അകത്ത് തന്നെ വെള്ളം കിഞ്ഞു വരുവേ, അതുകൊണ്ട് കുറച്ചേ വെച്ചിട്ടു. പൊത്തി വെച്ചിട്ടുണ്ടേ.
ആ ചിക്കൻ ഉണ്ടല്ലോ, ഉപ്പും പൊടിയുപ്പാണ്, പൊടിയുപ്പും മുളക് പൊടിയും പറങ്കിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് പെരക്കി വെച്ചതാണ്. അതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇളക്കെല്ലാവരും കൈവശം തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ലോണം പരവരെ ഇളക്കുന്നുണ്ടല്ലോ. ഞാൻ ആദ്യം കറിവേപ്പില ഇടുന്നു തോന്നുന്നുണ്ടേ. ഞാൻ ഈ സമയങ്ങളിൽ ഇടാറുണ്ട്. പൊത്തി വെച്ചിട്ടുണ്ട്. കണ്ട ആവി പറക്കുന്നുണ്ടാ. ഇനി കുരുമുളകിൻ്റെ പൊടിയാണ് ഇടുന്നത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളകിൻ്റെ പൊടിയാണ്, വാങ്ങിയതൊന്നല്ലേ. കണ്ട, എന്നിട്ട് ഞാൻ നല്ലോണം ഇളക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം വേണമെങ്കിൽ പൊത്തി വെക്കും. ഈ സമയം ഞാൻ ഉപ്പുണ്ടോയെന്നെല്ലാം നോക്കിയിട്ടാ. എന്നിട്ട് മല്ലിച്ചപ്പാണ് ഇടുന്നത്. എപ്പോഴും ഇടലൊന്നുമില്ല, എന്നാലും ഉണ്ടായ സ്ഥിതിക്ക് ഇട്ടതാണ്. കണ്ട കറിവേപ്പില ഇടുന്നത് അതോട്ട് ആദ്യം പൊത്തി വെക്കും. കടുകെണ്ണ നല്ലോണം ഒഴിച്ചുകൊണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ. തുറക്കുമ്പോഴത്തേനും നല്ല ചിക്കൻ കറി റെഡി.